വേർപിരിഞ്ഞിട്ട് വർഷങ്ങൾ ആയെങ്കിലും അമൃത സുരേഷും ബാലയും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ ഇന്നും വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. പിതാവ് ബാലയുമായി യാതൊരു ബന്ധത്തിനും താല്പര്യമില്ലെന്നും അമ്മയെ ഉപദ്രവിക്കുന്നതടക്കം താൻ കണ്ടിട്ടുണ്ടെന്നുമായിരുന്നു പാപ്പു എന്ന് വിളിക്കുന്ന അവന്തിക വെളിപ്പെടുത്തിയത്. പിന്നാലെ ബാലയും അമൃതയുമൊക്കെ അവരുടെ ഭാഗം ന്യായീകരിച്ചു. എന്നാൽ അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് ഉണ്ടായത്. 12 വയസ്സുള്ള മകളെപ്പോലും ഈ വിമർശനങ്ങൾക്ക് ഇരയാക്കി. പിന്നാലെ അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന് പറഞ്ഞൊരു പോസ്റ്റുമായിട്ടാണ് സഹോദരി അഭിരാമി സുരേഷ് എത്തിയത്. തലങ്ങും വിലങ്ങും വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിലാണ് ഗായിക അമൃത സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത്. ആശുപത്രിയിൽ നിന്നും കാർഡിയാക് ICUവിലേക്ക് സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു. മതിയായി, എൻ്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അവരെ ജീവിക്കാൻ അനുവദിക്കൂ. നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നുമാണ് ചിത്രത്തിനൊപ്പം അഭിരാമി കുറിച്ചത്. കാർഡിയാക് ICUവിന് മുന്നിൽ നിന്നുള്ള ചിത്രമായതിനാൽ അമൃതയ്ക്ക് എന്ത് പറ്റിയെന്ന ചോദ്യം ഉയർന്നു. എന്നാൽ പോസ്റ്റ് വാർത്തയായതിന് പിന്നാലെ അഭിരാമി അത് പിൻവലിക്കുകയും ചെയ്തു. ഗായികയുടെ സുഖവിവരം അന്വേഷിച്ചിരുന്നവർക്ക് ഇടയിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അമൃത തന്നെ എത്തിയിരിക്കുകയാണിപ്പോൾ. ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയ ശേഷമുള്ള അമൃതയുടെ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. മൈ ഗേൾ ഈസ് ബാക്ക് ഹോം, ലവ് യു എന്ന് പറഞ്ഞ് അമൃതയുടെ സുഹൃത്താണ് ചിത്രം സഹിതം പങ്കുവെച്ച് എത്തിയത്. കൂട്ടുകാരിയുടെ പോസ്റ്റ് സ്റ്റോറിയാക്കി തനിക്ക് സ്നേഹം നൽകിയ എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് അമൃത. എല്ലാവർക്കും നന്ദി. എന്നെക്കുറിച്ച് അന്വേഷിച്ചവർക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നന്ദി എന്നുമായിരുന്നു അമൃത പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഗായികയുടെ നെഞ്ചിൽ ബാൻഡേഡ് ഒട്ടിച്ചതുപോലെയും ചിത്രത്തിൽ കാണാം. ഇതോടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഉയരുകയാണ്. 2010 അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. 2012 ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. മകൾക്ക് 3 വയസ്സായത് മുതൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു. 2015 താരങ്ങൾ 2 ഇടങ്ങളിലായി താമസിക്കുന്നത്. ശേഷം 2019 നിയമപരമായി ബന്ധം വേർപ്പെടുത്തി. എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത്.